ഹലോ, ഷമ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡൻ വീഡിയോ അല്ല. എനിക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു 6 മാസത്തിന് മുൻപേ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു ജനുവരി മുതൽ അങ്ങനെ ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2-3 തവണ ഞാനതിന് ശ്രമിച്ചതുമാണ്. പറയാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ എനിക്കെൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകും. അപ്പോൾ എനിക്ക് പറഞ്ഞത് മുഴുവിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 2-3 തവണ വീഡിയോ എടുത്തിട്ട് പിന്നീട് അത് നിർത്തി പിന്നീടാവട്ടെ എന്ന് കരുതി ഞാനങ്ങനെ മാറി നിന്നതാണ്. ഇപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ ഒരു ധൈര്യം കൊടുത്തിട്ട്, മനസ്സിന് നല്ലൊരു ധൈര്യം കൊടുത്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഏതാണ്ട് ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ശരീരത്തിനൊരു ക്ഷീണമെന്നാണ് പറയുന്നത് നമ്മളോട്. അപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്ക് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ അടുത്താണ്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് അമൃത ഹോസ്പിറ്റൽ. അപ്പോൾ എൻ്റെ ഇളയ മകനും ഹസ്ബൻഡിനും ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാലും അമൃത ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തിയാൽ മനസ്സിനൊരു സംതൃപ്തിയാണ്. അപ്പോൾ ഇവിടെ പോകാം, ബിലീവേഴ്സിലൊന്ന് പോയി ചെക്കപ്പ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, അമൃതയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അമൃതയ്ക്ക് പോകുന്നത്. അപ്പോൾ ശരീരത്തിനൊരു ക്ഷീണാവസ്ഥയാണ് പറയുന്നത്. അവിടെ ചെന്ന് നമ്മൾ കാണിക്കുന്നത് ഗ്യാസ്ട്രോയാണ്. ഗ്യാസ്ട്രോയുടെ ഹെഡ് ഷൈൻ സദാശിവൻ. ഗ്യാസ്ട്രോയെ കാണിക്കാനൊരു കാരണം എന്ന് വെച്ചാൽ നേരത്തെ പാൻക്രിയാസിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് അത് ഇങ്ങനെ ചികിത്സിച്ച് ഭേദമായി, അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇരുന്ന ഒരു സമയം. അപ്പോൾ അതിനാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തത്. ഡോക്ടർ ഷൈനെയാണ് കാണണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡോക്ടർ ഷൈനെ കാണിക്കുന്നതിന് മുമ്പ് ജൂനിയർ ഡോക്ടറെ കാണണം. അങ്ങനെ ജൂനിയർ ഡോക്ടറെ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ അന്നേരം ഒരു മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ ഷൈനെ കാണുന്നുണ്ട്. അപ്പോൾ ബ്ലഡും യൂറിനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഷൈനെ കണ്ടപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ഇനി അത് ഏത് മഞ്ഞപ്പിത്തമാണെന്ന് നോക്കട്ടെ, അപ്പോൾ കൗണ്ടൊക്കെ ഇത്തിരി കൂടുതലാണ്, നിങ്ങളെ ഇന്ന് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ അഡ്മിറ്റ് ആകുന്നത്. അടുത്ത ദിവസം ഡോക്ടർ വരുന്നു. അപ്പോൾ നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടില്ല. റൂം ചോദിച്ചപ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞ് വാർഡിലാണ്. അപ്പോൾ അടുത്ത ദിവസം ഡോക്ടർ വന്നപ്പോൾ അത് സാധാ മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു, സാധാ മഞ്ഞപ്പിത്തത്തിന് ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ ഡോക്ടർ അഡ്മിറ്റ് ആക്കിയതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കൗണ്ടൊക്കെ ഇത്തിരി കൂടുതലാണ്, ഒരു 2 ദിവസം കൗണ്ടൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജായി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ അഡ്മിറ്റ് ആകുന്നത്. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുന്തോറും ബിൽറൂമിൻ്റെ കൗണ്ട് കൂടി വരുന്നു, INR കൗണ്ട് കുറയുന്നില്ല. അപ്പോൾ അടുത്ത അഡ്മിറ്റായി ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഇതുപോലെ ഡോക്ടർ ഷൈൻ തന്നെയാണ് വരുന്നത്. OP ഒക്കെ കഴിഞ്ഞ് റൗണ്ട്സിന് വരുന്ന സമയത്ത് കൂടെ മറ്റ് ഡോക്ടർമാരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. 2ാമത്തെ ദിവസമായപ്പോഴും പറയുന്നുണ്ട്, INR ലെവൽ കുറയുന്നില്ലല്ലോ, നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് മരുന്ന് കൊടുക്കുന്നുണ്ട്, നോക്കാം എന്ന് പറഞ്ഞു. ഒരു അഡ്മിറ്റാക്കി ഒരു 3ാമത്തെ ദിവസമാണ് ഡോക്ടർ ഷൈൻ ഇങ്ങനെ വന്നപ്പോൾ അന്നേരം പുള്ളി ഇതുപോലെയാണ് പറയുന്നത്, INR ലെവൽ കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ഡയലോഗുണ്ട്, ഉണ്ടോ 25 ലക്ഷം. അത് അഡ്മിറ്റായി 3ാമത്തെ ദിവസമാണെന്ന് ഓർക്കണം. നമ്മളവിടെ ചെല്ലുന്നത് സാധാ മഞ്ഞപ്പിത്തമായിട്ട്. മറ്റങ്ങനെ നിലവിൽ അതുവരെ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ അറിവിൽ അങ്ങനെയില്ല, ഒന്നിനും ഒരു ചികിത്സ എടുത്തിട്ടില്ല. സാധാരണ പോലെ ഷുഗറുണ്ട്, അത് നിയന്ത്രണ വിധേയമാണ്. പ്രഷറുണ്ട്, അതിന് 2നും മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ സാധാ ഒരു മഞ്ഞപ്പിത്തമായിട്ട് നമ്മളവിടെ ചെല്ലുന്നു, അഡ്മിറ്റാക്കുന്നു. 3ാമത്തെ ദിവസം INR ലെവൽ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഷൈൻ ചിരിച്ചുകൊണ്ട്, അപ്പോൾ ബൈസ്റ്റാൻഡർ ഞാനാണ്, പിന്നെ ഹസ്ബൻഡ്, മക്കൾ വന്നിട്ടില്ല, ആവശ്യമുണ്ടെങ്കിൽ അവർ ലീവ് എടുത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഉണ്ടോ 25 ലക്ഷം. ചിരിച്ചുകൊണ്ട് ഒരു തമാശ രീതിയിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുക. അപ്പോൾ രോഗിയായിട്ടുള്ള ആളുമുണ്ട്, ബൈസ്റ്റാൻഡറായിട്ടുള്ള ഞാനുമുണ്ട്. ഉണ്ടോ 25 ലക്ഷം
അപ്പോൾ അതെന്താ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോദിക്കുന്നു, അതെന്താ ഡോക്ടർ അങ്ങനെ? അല്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പോയി. അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഡോക്ടർ ഇങ്ങനെയെന്ന് പറഞ്ഞത്? സാധാ ഒരു മഞ്ഞപ്പിത്തമായിട്ട് വന്നിട്ട് ഉടനെ അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വേണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ഒരു രോഗിയെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു നിസ്സാര ഒരു പനി വന്നാൽ പോലും നമ്മൾ ഫിസിക്കലി ഒരു അസുഖം വന്നാൽ ഫിസിക്കലി വീക്കാകും. അപ്പോൾ ചെറിയ ഒരു തലവേദന വന്നാൽ പോലും നമുക്ക് ശരീരത്തിനൊരു വല്ലായ്മ അല്ലെ ഒരു സുഖമില്ലായ്മ എന്ന് തോന്നും. അത് മെൻ്റലി കൂടെ നമ്മൾ വീക്കാണ്. അപ്പോൾ ചെറിയ ഒരു പനി വന്നാൽ പോലും നമ്മൾ ഫിസിക്കലി വീക്കാവുന്നതോടൊപ്പം മെൻ്റലി വീക്കാവും. അപ്പോൾ ഇതേ രീതിയിൽ ഒരു വല്ലാത്ത ശാരീരിക അവശത ഉള്ള ഒരാൾ മഞ്ഞപ്പിത്തം വന്ന് വല്ലാത്ത ഒരു ക്ഷീണാവസ്ഥ, ആഹാരം വേണ്ടാഴിക, അങ്ങനെ ഒരു വല്ലാത്ത തളർച്ച പോലെ അങ്ങനെ തോന്നിയിരിക്കുന്ന ഒരാളിന്, ഒരു രോഗി ഫിസിക്കലി വീക്കാണ്, വളരെ വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആദ്യത്തെ ചോദ്യം ഉണ്ടോ 25 ലക്ഷം, പിന്നെ ഇങ്ങനെയൊരു ട്രാൻസ്പ്ലാന്റേഷൻ. അത് കേൾക്കുമ്പോൾ ആ രോഗി ഫിസിക്കലി വീക്കായിട്ടുള്ള ആ ഒരു രോഗി മെൻ്റലി എങ്ങനെയായിരിക്കും അയാളുടെ ഒരവസ്ഥ? അന്നേരം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയായി, എനിക്ക് ഇങ്ങനെയൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇത് തമാശ, ഡോക്ടർ ചിരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്, അത് വെറുതെ പറഞ്ഞതാണ്. INR ലെവലൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ, അങ്ങനെ കുറഞ്ഞില്ല എങ്കിലുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞതായിരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഡ്യൂട്ടി ഡോക്ടറാണ് വരുന്നത്. ഡ്യൂട്ടി ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഇന്നലെ സാറങ്ങനെ പറഞ്ഞോ? അപ്പോൾ ഉടനെ ഹസ്ബൻഡിനോടാണ് പറയുന്നത്, അച്ഛനത് വിഷമിക്കണ്ട, അത് ഡോക്ടർ ഇങ്ങനെ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്, അത് INR ലെവലൊക്കെ കുറഞ്ഞോളും, കുഴപ്പമില്ല, അച്ഛൻ അങ്ങനെയൊന്നും വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞവർ ആശ്വസിപ്പിക്കുന്നു. ഈ ആശ്വാസവാക്ക് ഇപ്പോഴാണോ കൊടുക്കേണ്ടത്? സാധാരണ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡർ കൂടുണ്ട്. അത് അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. കാരണം എല്ലാവരും ഒരേപോലെ ധൈര്യമുള്ളവരാണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നസെൻ്റൊക്കെ ആണെങ്കിൽ ഇന്നസെൻറ്റിനും വൈഫിനും ക്യാൻസർ വന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിന്നതെന്ന് പറയും. അപ്പം ഞാനും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പല ഡോക്ടർമാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മൈൻഡ് ഒരു വലിയ പ്രശ്നമാണ്. മനസ്സിനൊരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗം പകുതി മുക്കാലും ഭേദമാകും. മരുന്നുകൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നു. ഇതൊരു ഡോക്ടർക്ക് അറിയത്തില്ലേ? അങ്ങനെ അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പിന്നീട് നമ്മളത് തമാശയായിട്ട് അങ്ങനെ കരുതിയിരിക്കുന്നു. ഇതൊരു തമാശ പറഞ്ഞാണെന്ന് കരുതി പിന്നെയും ദിവസങ്ങൾ പോകുന്നു, INR ലെവൽ കുറയുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അടുത്ത ബെഡിലൊക്കെ ലിവർ സിറോസിസ് ഒക്കെ വന്ന് 2-3 ലിറ്റർ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. അപ്പം അന്നേരവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ദേ കണ്ടില്ലേ, അപ്പം ഇത് ഒരു ചെറിയ മഞ്ഞപ്പിത്തം, സാധാ മഞ്ഞപ്പിത്തമായിട്ട് വന്ന നമുക്ക് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവരൊക്കെ കണ്ടില്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ തമാശ പറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ അത് സീരിയസ് മാറ്റർ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ബൈസ്റ്റാൻഡറെ വിളിച്ച് പറയണ്ടേ? അല്ലേ എന്നോടത് സീരിയസ് ആയിട്ട് പറയണ്ടേ? ഇങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. നമുക്കത് വലിയ പ്രശ്നമാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുകയല്ലേ? അതുപോലെ 25 ലക്ഷം ഉണ്ടോ എന്നൊരു ഡോക്ടർ ചോദിക്കാൻ, ഇത്രയും വിവരമുള്ള നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെന്ന് പറയുന്നത് നമ്മൾ ജീവൻ രക്ഷിക്കാനും ആവും, അതുപോലെ ജീവൻ എടുക്കാനും ആവുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 25 ലക്ഷം വലിപ്പോൾ കോടിയാണെന്ന് പറഞ്ഞാലും ഇപ്പം നമുക്കതിനുള്ള ഒരു ആസ്തിയുണ്ട്. നമ്മുടെ വീടും കുടുംബവും വിറ്റിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ ജീവൻ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടോ 25 ലക്ഷം, അങ്ങനെയാണ് ഒരു ഡോക്ടർ പറയേണ്ടത്, ചോദിക്കേണ്ടത്. അതോടുകൂടി എൻ്റെ ഹസ്ബൻഡ് മെൻ്റലി വളരെ വീക്കായി. പുള്ളിയുടെ മനസ്സിലുള്ള ചിന്ത വല്ലാണ്ടിതായി. അതായത് പിന്നെ എൻ്റെ കുട്ടികൾ അവരുടെ ജീവിതം കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവരിൽ നിന്ന് അങ്ങനെ എനിക്ക് എടുക്കണ്ട ലിവർ, എനിക്ക് ഭാരിച്ച ചിലവ് കൊടുത്ത് എനിക്കിനി ചികിത്സ നടത്തണ്ട, ഇങ്ങനെയുള്ള വല്ലാണ്ട് ഈ കിടക്കുന്ന കിടപ്പിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വല്ലാണ്ടായി. അതിനനുസരിച്ച് രോഗം വല്ലാണ്ട് മൂർച്ഛിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ INR ലെവൽ കുറയ്ക്കാൻ പ്ലാസ്മ തെറാപ്പി കൊടുക്കാമെന്ന് പറയുന്നു. അത് പറഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും ഈ ചികിത്സ ആരംഭിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു, അത് കിട്ടാനില്ല. ഇത് പറഞ്ഞ് പ്ലാസ്മ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആണ് ഒരു വെളുപ്പാൻ കാലത്ത് 6 ബോട്ടിൽ പറഞ്ഞ സ്ഥാനത്ത് 2-3 ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു രോഗി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയാണെന്നൊരു ഡോക്ടർക്ക് തോന്നിയാൽ, ആ ജീവനൊരല്പമെങ്കിലും വില കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറയുകയില്ലേ ഒരു ദിവസത്തേക്ക് മുമ്പേ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിനുള്ള നടപടികൾ നിങ്ങൾ തുടങ്ങുമെന്ന് പറയണ്ടേ? അതല്ലാതെ ഇന്ന് കുറയും, ഈ INR ലെവൽ ഇന്ന് നോർമലാകും, ബിൽഡുമെൻ നാളെ നോർമലാകും, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തള്ളി നീക്കി
കുട്ടികൾ ഒരു ദിവസം ലീവ് എടുത്ത് വന്നതാണ് ഇദ്ദേഹത്തെ കാണാൻ. ആ ദിവസം അദ്ദേഹം ലീവിലാണ്, അദ്ദേഹത്തിന് പനിയായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോടും കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു 18ാമത്തെ ദിവസം നമ്മൾ നിർബന്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അങ്ങനെ പോന്നിട്ട് പിന്നീട് നമ്മൾ ആസ്റ്ററിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അമൃതയിൽ നിന്ന് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു. നമ്മൾ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രീതിയിൽ മെൻ്റലി നമ്മളെ വളരെ വീക്കാക്കി. അപ്പോൾ ഇങ്ങനെ രോഗിയോട് സംസാരിച്ചു, അതോടുകൂടി ആൾ വളരെ വീക്കാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ, നമുക്കിനി വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പം നമ്മളതിന് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആസ്റ്ററിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നു. 18 ദിവസം നമ്മൾ അമൃതയിൽ 18 ദിവസം കൊണ്ട് ഈ ഒരാളിൻ്റെ നില, ഒരു സാധാ മഞ്ഞപ്പിത്തമായിട്ട് ചെല്ലുന്ന ഒരു വ്യക്തി, ആ ആൾ ശരീരത്തിനൊരു ക്ഷീണാവസ്ഥയിലാണ് നമ്മൾ അമൃതയിലേക്ക് ചെല്ലുന്നത്. ആ ആൾ ഈ 18 ദിവസം കൊണ്ട് എത്രമാത്രം ബോഡി വീക്കാകാം അത്രയും ബോഡി വീക്കായിട്ട് ഒരു വളരെ അവശനായിട്ടാണ് നമ്മൾ ആസ്റ്ററിലേക്ക് ചെല്ലുന്നത്. അപ്പം ആസ്റ്ററിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ളവരുടെ ആരെയും നമുക്ക് പറ്റുന്നില്ല. 18 ദിവസം, ഞാൻ വീണ്ടും പറയുന്നു, 18 ദിവസം കൊണ്ട് അമൃതയിൽ കിടന്ന് എത്രമാത്രം ആ രോഗിയുടെ കണ്ടീഷൻ വഷളാകാവോ, അത്രയും വഷളായി. പിന്നെ മെൻ്റലി ആൾ വളരെ വീക്കാണ്. വളരെ വീക്കെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വല്ലാണ്ട് വീർപ്പ് മുട്ടുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനൊരു ഡോണറെ കണ്ടുപിടിക്കണം. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അതിനൊരു ഡോണറെ കിട്ടി. ഇപ്പോൾ ഈ മാഫിയ ഒക്കെ വല്ലാണ്ട് പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലമാണെങ്കിൽ ഒരു മര്യാദക്കാരൻ പെരുമ്പാവൂരുള്ളൊരു പയ്യൻ, അവന് പൈസയ്ക്ക് ആവശ്യമാണ്, പയ്യനാണ്, വിവാഹം കഴിച്ചിട്ടില്ലാത്തൊരു പയ്യനാണ്. എന്നാൽ അവൻ വലിയ വിലപേശലൊന്നും ഉണ്ടായില്ല. നമുക്കൂടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് പറഞ്ഞ് നമ്മളും അതിന് സമ്മതിച്ചു. അത് കഴിഞ്ഞും പിന്നെ എന്തെങ്കിലും സഹായം അവന് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലൊക്കെ ആയി. അങ്ങനെ അവനെയും കൊണ്ടുവന്ന് അവൻ്റെ ചെക്കപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിലാവുന്നു. വെൻറ്റിലേറ്ററിൽ അപ്പോൾ നമ്മൾ ആസ്റ്ററിൽ ചെന്ന് അടുത്ത ദിവസം മുതൽ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട്, മൈൻഡ് ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ മൈൻഡ് നമുക്ക് പിടിച്ചാൽ പറ്റുന്നില്ല, മൈൻഡിന് വല്ലാത്തൊരു പ്രശ്നം, മൈൻഡ് ഞങ്ങൾക്ക് പറ്റുന്നില്ല, എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കാരണം പറഞ്ഞു ഇന്നപോലെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അത് മുതൽ ആൾ ഡൗൺ ആണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സർജറി എന്നുള്ളത് ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അപ്പോൾ അത് ഡോക്ടർമാർ അറിയിക്കാതെയാണ് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കെ അങ്ങനെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കെ അങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു, വെൻറ്റിലേറ്ററിലാവുന്നു. വെൻറ്റിലേറ്ററിലായിക്കഴിഞ്ഞും തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും അവർ പറയുന്ന മൈൻഡ് വലിയൊരു പ്രശ്നമാണെന്ന് പറയുന്നു. രക്ഷിക്കാൻ കഴിവുള്ള ഒരു ഡോക്ടർ, ഇത്രയും വിവരമുള്ള ഒരു ഡോക്ടർ നിലവാരം കുറച്ച് കാണിക്കാനോ അല്ലെ അതിലെ ഡോക്ടർമാർ ശരിയല്ല എന്ന് പറയുകയോ അല്ല ചെയ്യുന്നത്. ഞാൻ കണ്ട ഗ്യാസ്ട്രോയുടെ ഹെഡ് ഡോക്ടർ ഷൈൻ സദാശിവനിൽ നിന്ന് ഉണ്ടായ അനുഭവം, നേരിട്ട് നമുക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ചെയ്ത്. ഇനി അതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലയിടാൻ വരണ്ട. ഞാൻ ഇനി അങ്ങനെ ഉണ്ടാവാമല്ലോ, ഹോസ്പിറ്റലിനെ വില കുറച്ച് കാണിച്ചു, ഇനിയും അവിടെയുള്ള ആൾക്കാർ ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമുക്കുണ്ടായ അനുഭവം അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊരു വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയത്.